எப்படிக்கா விடுவ? 50 லட்சம் ரூபா தெரியுமா? ജയൻ രവിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രൂപത്തിലാണ് ഈ പ്രസ് മീറ്റിൽ നമ്മൾ ജയൻ രവിയെ കണ്ടത്. അയാൾ കരഞ്ഞു, ഇമോഷണലായി അലറി വിളിച്ചു. ഭാര്യ ആരതിയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ കാര്യത്തിലെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി നടത്തിയത്. ആൻഡ് പുള്ളി ഒരുപാട് ഇമോഷണലായിട്ട് സംസാരിച്ചു. പക്ഷെ ഇപ്പോഴും പുള്ളിക്ക് ഒരുപാട് ഹെയ്റ്റ് ഉണ്ട്. ഒരുപാട് പേര് ആരാധിച്ചിരുന്ന, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്ന ഈ സൂപ്പർ താരത്തിന് എന്താണ് സംഭവിച്ചത്? ഒരു ഡിവോഴ്സ് കേസ് മാത്രമാണോ അയാളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് 2024 ജയൻ രവിയും ആരതിയും വേർപിരിയാൻ പോകുന്നു, അവർ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് വന്നപ്പോൾ തൊട്ടാണ്. അന്ന് മുതലാണ് ജയൻ രവിക്ക് ഇത്രത്തോളം ഹെയ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിന് കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പാസ്റ്റിലേക്ക് പോകേണ്ടി വരും. 2009 ഒരു ഫാമിലി ഫംഗ്ഷനിൽ വെച്ചാണ് ജയൻ രവിയും ഭാര്യ ആരതിയും കണ്ടുമുട്ടുന്നതും അവർ പരിചയപ്പെടുന്നതും. പെട്ടെന്ന് തന്നെ അവർ ക്ലോസ് ആവുകയും 2009 തന്നെ അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. ആൻഡ് അവർക്ക് 2 കുട്ടികളുണ്ടായി, ആരഫ് ആൻഡ് അയാൻ. അതിനുശേഷം ജയൻ രവി ആരതി എന്ന് പറയുന്ന ഈ ഒരു കപ്പിള് ഒരുപാട് സോഷ്യൽ മീഡിയാസിലും അല്ലാതെയും സെലിബ്രേറ്റ് ചെയ്തൊരു കപ്പിളാണ്. കാരണം ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസും ഒരുമിച്ചുള്ള സൈറ്റിങ്സുകളും ഒരുമിച്ചുള്ള ഇവന്റ്സുകളും ഒരുപാട് ഉണ്ടായിരുന്നു. 2023 ശേഷം ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസും ഒരുമിച്ചുള്ള ഇവന്റ്സുകളും കുറഞ്ഞു. അപ്പോൾ തന്നെ പതിയെ ഫാൻസിനിടയ്ക്ക് റൂമേഴ്സ് വരാൻ തുടങ്ങി. ജയൻ രവിയും ആരതിയും തമ്മിലുള്ള ബന്ധം അത്ര അടിപൊളിയായിട്ടല്ല പോകുന്നത്, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, അവർ ഉടനെ തന്നെ വേർപിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് വന്നു തുടങ്ങി. ആൻഡ് ഇവരെല്ലാവരും ഷോക്ക് ആയിക്കൊണ്ട് 2024 ജയൻ രവി പബ്ലിക്കായിട്ട് പറഞ്ഞു ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന്. ആൻഡ് അതിനെക്കുറിച്ച് ആദ്യമൊന്നും ആരതി പ്രത്യേകിച്ചൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. കുറച്ച് നാൾക്ക് ശേഷം ആരതി പറഞ്ഞു എൻ്റെ അറിവോടുകൂടെയല്ല, മ്യൂച്വലായിട്ടല്ല ഈ ഒരു ഡിവോഴ്സ് മൂവ് ചെയ്യുന്നത്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഹെയ്റ്റ് ജയൻ രവിക്ക് കൊടുത്തു. ആൻഡ് അതിൻ്റെ കൂടെ ഒരു റൂമറും കൂടെ കയറി വന്നു, വേറൊരു സിംഗറുമായിട്ട് ജയൻ രവി ഡേറ്റ് ചെയ്യാണ്, അതുകൊണ്ട് ആരതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവോഴ്സ് എന്നും. ഈ ഒരു റൂമറും കൂടെ വന്നതിന് ശേഷം ജയൻ രവിക്കുണ്ടായ ഹെയ്റ്റ് ഡബിളായി. ആൻഡ് പുള്ളിയുടെ കരിയർ മൊത്തത്തിൽ പോയി. പുള്ളിയുടെ സിനിമകളൊക്കെ പരാജയപ്പെട്ടു. പുള്ളിക്ക് നല്ല രീതിയിൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ വന്നു. ആൻഡ് പുള്ളി ഡൗൺ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റിൽ പുള്ളി കാര്യങ്ങൾ മൊത്തം പറഞ്ഞത്. ഇതിൽ പുള്ളി പറയുന്നത് പുള്ളിക്കുണ്ടായ ദുരനുഭവങ്ങളാണ്. ആരതിയിൽ നിന്നും ആരതിയുടെ കുടുംബത്തിൽ നിന്നും പുള്ളിക്കുണ്ടായ ടോർച്ചറുകളും പുള്ളിക്കുണ്ടായ പ്രശ്നങ്ങളുമാണ് പുള്ളി ഈ വീഡിയോയിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളിക്ക് തന്റെ മക്കളെ കാണാൻ പറ്റുന്നില്ല. ഓരോ മാസവും 50 ലക്ഷം അവരുടെ ഫീസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരെ കാണാൻ പറ്റുന്നില്ല. അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്ന് ഫോൺ മാറ്റി വയ്ക്കുന്നു, അവരുടെ സിം കട്ടാവുന്നു. പുള്ളിക്ക് ഒരു തരത്തിലും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കാണാൻ പറ്റുന്നില്ല. ഒരച്ഛൻ എന്ന രീതിയിൽ മക്കളെ കാണാനോ ട്രീറ്റ് ചെയ്യാനോ പുള്ളിക്ക് കഴിയുന്നില്ല. അതുമാത്രമല്ല പുള്ളിയുടെ കരിയർ നശിപ്പിച്ചു, പുള്ളിയുടെ പൈസ നശിപ്പിച്ചു, പുള്ളിയുടെ കയ്യിൽ നിന്ന് മാക്സിമം പൈസ ആരതിയും ആരതിയുടെ കുടുംബവും പിടിച്ചെടുത്തു. പുള്ളിയോട് കടക്കാരനാക്കി. ഇപ്പോൾ പുള്ളി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. പുള്ളി കരിയറായിട്ടും പേഴ്സണലായിട്ടും മെൻ്റലായിട്ടും പുള്ളി മൊത്തത്തിൽ ഡൗൺ ആയി. ആൻഡ് ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ് ഈ ഒരു പ്രസ് മീറ്റിൽ നമ്മൾ കണ്ടത്. ആൻഡ് റൂമേഴ്സ് ഇപ്പോഴും സ്റ്റിൽ സ്ട്രോങ് ആണ്. ജയൻ രവിയും ആ ഒരു സിംഗറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിനെല്ലാത്തിനും കാരണം. ആ ഒരു റിലേഷൻഷിപ്പിന് ശേഷമാണ് ആരതിയും ജയൻ രവിയും തമ്മിൽ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇമോഷണൽ ഡ്രാമയുമായിട്ട് ജയൻ രവി വന്നത് എന്നും ഒരുപാട് കോൺട്രവേഴ്സികൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഫാൻസിനെയും ഓഡിയൻസിനെയും ഷോക്കാക്കുന്ന ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു. ഈ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ആകുന്നത് വരെ, ഈ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇറങ്ങുന്നത് വരെ പുള്ളിയുടെ ഒരു സിനിമയും ഇറങ്ങത്തില്ല, പുള്ളി ഒരു സിനിമയിലും അഭിനയിക്കത്തില്ല. ഒരു കാലത്ത് നമ്മളെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിച്ച, വളരെ നല്ല സിനിമകൾ നമുക്ക് നൽകിയ, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് തന്ന ഒരു നടന് ഈ ഒരു അവസ്ഥ വന്നതിൽ ശരിക്കും വിഷമമുണ്ട്.